ലോകത്തിൽ 5-ൽ ഒരാൾക്ക് ഇപ്പോഴും അവരുടെ മാതൃഭാഷയിലുള്ള ബൈബിൾ ലഭ്യമല്ലെന്ന് വെളിപ്പെടുത്തി വൈക്ലിഫ് ബൈബിൾ പരിഭാഷകർ. ബൈബിളിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് വിവർത്തനത്തിന് പിന്നിലെ ദർശകനായ ജോൺ വിക്ലിഫിൻ്റെ 700-ാം ജന്മവാർഷികമാണ് 2024. യോർക്ക്ഷയറിലെ ഹിപ്സ്വെല്ലിൽ 1324-ൽ ജനിച്ച വൈക്ലിഫ് ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനും പരിഷ്കർത്താവുമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ പ്രാപ്യമാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം മതപരവും സാംസ്കാരികവുമായി വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 700 വർഷങ്ങൾക്കിപ്പുറവും ബൈബിളിലൂടെ എല്ലാവർക്കും യേശുവിനെ അറിയാൻ കഴിയുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള വൈക്ലിഫിൻ്റെ ദർശനത്തോടുള്ള അഭിനിവേശം ജ്വലിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നിരുന്നാലും ആഗോളതലത്തിൽ 5-ൽ ഒരാൾക്ക് ഇപ്പോഴും അവരുടെ മാതൃഭാഷയിൽ ബൈബിൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബൈബിൾ വിവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് ദൈവവചനമാണ് എന്നത് തന്നെയാണെന്ന് വൈക്ലിഫ് ബൈബിൾ വിവർത്തകരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് പോൾ പറയുന്നു. അതിനാൽ കൃത്യമായും ശ്രദ്ധയോടെയും വിവർത്തനം നടത്തേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള വിവർത്തനത്തിന് ഏറെ പരിമിതികളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഈ മേഖലയിൽ സമീപ വർഷങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു. വൈക്ലിഫ് ഗ്ലോബൽ അലയൻസിൻ്റെ കണക്കനുസരിച്ച് ഇതുവരെ 736 ഭാഷകളിൽ സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1658 ഭാഷകളിൽ പുതിയ നിയമം മാത്രം ലഭ്യമാകുമ്പോൾ 1264 ഭാഷകളിൽ ബൈബിളിലെ ചില ഭാഗങ്ങളുടെ മാത്രം പരിഭാഷകൾ ലഭ്യമാണ്. 2023 കണക്കനുസരിച്ച് ലോകത്തെ 7394 ഭാഷകളിൽ ബൈബിൾ ലഭ്യമാണ്. എന്നാൽ 5 ഭൂഖണ്ഡങ്ങളിലായി 1268 ഔദ്യോഗിക ഭാഷകളിൽ ഇനിയും ബൈബിൾ ലഭ്യമല്ല. ഗോത്രഭാഷകളും ലിപികളില്ലാത്ത ഭാഷകളും കൂടി ഉൾപ്പെടുമ്പോൾ ഇനിയും വളരെയധികം ആളുകളിലേക്ക് ദൈവവചനം എത്തിച്ചേരാനുണ്ട് എന്നതാണ് വാസ്തവം.